നന്ദി മുരളിയേട്ട. കെ മുരളീധരനെ വാരിപ്പുണർന്ന് നന്ദി പറയുന്നുണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഹൈക്കമാൻഡും കേരളത്തിലെ 1/3 എം.എൽ.എമാരും തടസ്സം നിന്നിട്ടും അതിനെ മറികടക്കാൻ വി.ഡി. സതീശന് ശക്തിയായ 2 പേരിൽ ഒരാളാണ് കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ച് എം.എൽ.എ ആയ മുരളിയെ കാത്തിരിക്കുന്നത് മന്ത്രിസഭയിലെ രണ്ടാമനെന്ന വലിയ പദവിയാണ്. മുരളിക്ക് നിർണായക സ്ഥാനം നൽകണമെന്നും മന്ത്രിസഭയിൽ മികച്ച വകുപ്പ് നൽകണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സംസ്ഥാനത്തിനെ വരുന്ന 5 കൊല്ലം വി.ഡി. സതീശൻ നയിക്കുമ്പോൾ ഇടം വലം നിൽക്കുവാൻ കെ മുരളീധരനുണ്ടാകും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഇല്ലാത്ത പക്ഷം മന്ത്രിസഭയിലെ രണ്ടാമൻ മറ്റാര് എന്ന ചോദ്യം ഇനി ഉദിക്കുന്നില്ല. സതീശന് അനുകൂലമായി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിളച്ചുകൊണ്ടിരിക്കുന്ന ജനവികാരം കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ കെ മുരളിക്കൊപ്പം വി.എം. സുധീരൻ എന്ന മുതിർന്ന നേതാവും വഹിച്ച പങ്ക് ചെറുതല്ല. ആ നീക്കം വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ തെരഞ്ഞെടുപ്പിൽ വഴിത്തിരിവായി എന്നതാണ് വാസ്തവം. താൻ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്കും മന്ത്രിസഭാ രൂപീകരണങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട്. എന്നാൽ സതീശന് ലഭിച്ചതുപോലെ ഇത്ര വ്യാപകമായ ഒരു ജനപിന്തുണ മറ്റൊരു നേതാവിനും ലഭിച്ചതായി ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് വി.എം. സുധീരൻ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയത്. മുതിർന്നവർ, സ്ത്രീകൾ, യുവാക്കൾ മുതൽ കുട്ടികൾ വരെ ഒരേ വികാര വായ്പോടെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. വർഗീയ കക്ഷികളുമായി സന്ധിയില്ലാത്ത സതീശന്റെ നിലപാടും സാമുദായിക നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത രീതിയും ജനങ്ങളുടെ അംഗീകാരത്തിന് കാരണമായെന്നും വി.എം. സുധീരൻ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ ജനങ്ങൾക്കിടയിലുള്ള വികാരം രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തുന്നതിൽ കെ മുരളീധരൻ വഹിച്ച പങ്കാണ് ഏറെ നിർണായകമായത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ആഗ്രഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നതിൽ മുരളീധരൻ പാലമായി പ്രവർത്തിച്ചു. ഇതിന് പിന്നാലെയാണ് മുരളി അടക്കമുള്ള മുൻ KPCC സെക്രട്ടറിമാരെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചത്. ഡൽഹിയിൽ ലാൻഡ് ചെയ്ത മുരളീധരൻ കേരളത്തിലെ സാഹചര്യം കൃത്യമായി ഹൈക്കമാൻഡിനെ ബോധിപ്പിച്ചതോടെ കാര്യങ്ങൾ വി.ഡി. സതീശന് അനുകൂലമാവുകയായിരുന്നു. UDF-നെ തെരഞ്ഞെടുപ്പിൽ നയിച്ച പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശന് ലഭിച്ച വലിയ സ്വീകാര്യത ഹൈക്കമാൻഡിനെ അത്ഭുതപ്പെടുത്തിയിരുന്നു. MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണയ്ക്ക് പുറമെ സുധീരനെയും മുരളീധരനെയും പോലുള്ള നേതാക്കളുടെ ജനവികാരം കൂടി കണക്കിലെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഹൈക്കമാൻഡിന് തീരുമാനം എളുപ്പമാക്കുകയായിരുന്നു. MLA-മാർക്ക് പുറമെ കേരളത്തിന്റെ തെരുവുകളിൽ കാണുന്നത് PR-ലൂടെയോ കൃത്രിമമായ നിർമ്മിതിയിലൂടെയോ സൃഷ്ടിച്ചെടുത്ത ജനവികാരമല്ലെന്ന് അദ്ദേഹം നേതൃത്വത്തെ ധരിപ്പിച്ചു. പ്രത്യേകിച്ചും പുതുതലമുറയുടെ അഭിലാഷങ്ങൾ കൃത്യമായി വായിച്ചെടുക്കുന്നതിലും അവരുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുമുള്ള സതീശന്റെ മിടുക്ക് നേതാക്കളെ മാറി ചിന്തിപ്പിച്ച മറ്റൊരു ഘടകമായി. ജനഹിതത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം വന്നാൽ അത് സർക്കാരിനെയും മുന്നണിയെയും കോൺഗ്രസിന്റെ ഭാവിയെ തന്നെയും എത്തരത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന ചിത്രവും ഇരു നേതാക്കളും ഹൈക്കമാൻഡിനെ വിശ്വസിപ്പിച്ചതോടെ ഇനി മറ്റ് സമ്മർദ്ദങ്ങൾക്ക് നിൽക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡ് ചിന്തിച്ചത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ദില്ലിയിൽ ദീപാദാസ് മുൻഷി നിർവഹിച്ചതിന് പിന്നാലെ വി.ഡി. സതീശൻ ആദ്യം എത്തിയത് വി.എം. സുധീരന്റെ വസതിയിലാണ്. തന്നെ പിന്തുണച്ചതിലുള്ള നന്ദി നേരിട്ട് നിയുക്ത മുഖ്യമന്ത്രി വി.എം. സുധീരനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് കെ മുരളിയെ വിളിച്ചും സതീശൻ നന്ദി അറിയിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച പൂർണ്ണ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് വി.ഡി. സതീശൻ കെ മുരളിക്ക് നൽകിയത്. റവന്യൂ അടക്കം വലിയ വകുപ്പുകളാണ് മുരളീധരനെ കാത്തിരിക്കുന്നത്. എങ്കിലും വി.ഡി. സതീശന്റെ വാക്കുകൾ തള്ളുവാൻ സാധിക്കില്ല. നേതൃത്വത്തിന് ആകെ 11 മന്ത്രിമാരിൽ കുറഞ്ഞത് 4 പേരെയെങ്കിലും വി.ഡി. സതീശന് നോമിനേറ്റ് ചെയ്യാം. അതിൽ ഒരാൾ കെ മുരളീധരനാണെന്ന കാര്യത്തിൽ ഇനിയൊരു തർക്കത്തിന്റെ ആവശ്യമുണ്ടാകില്ല.